സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മെഡിസിനൽ കം കുളിനറി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര്, കോമൺ നെയിം എന്ന് പറഞ്ഞാൽ എപ്പസോട്ടെ എന്നാണ്. ഇതിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പ്രൊഡ്യൂസ് ഓഫ് മെക്സിക്കോ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹിസ്പാനിക് സ്റ്റോറുകളിലാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ലറ്റീനോ സ്റ്റോർസിൽ. അപ്പോൾ ഇവിടെ നോർത്ത് അമേരിക്കയിൽ ലറ്റീനോ സ്റ്റോർസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഹിസ്പാനിക് സ്റ്റോർസ്. അപ്പോൾ അവിടെ എല്ലാം ഇത് കിട്ടും. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഡൈസ്ഫാനിയ അംബ്രോസിയോട്സ് എന്നാണ് പറയണത്. അതിൻ്റെ പഴയ പേര് ചെനോപോഡിയ അംബ്രോസിയോട്സ് എന്നാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇത് നേറ്റീവ് ടു സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക. ഇപ്പോൾ സെൻട്രൽ അമേരിക്കൻ കൺട്രീസിലും സൗത്ത് അമേരിക്കയിലുമാണ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യണത്. അപ്പോൾ മെയിനായിട്ട് ഇത് അസ്ടെക് മായ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരാണിത് വളർത്തി കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഭക്ഷണത്തിനും മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് അരോമാറ്റിക് പ്ലാന്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു പെട്രോളിയത്തിൻ്റെയൊക്കെ സ്മെല്ല് പോലെയാണ് അതിൻ്റെ സ്മെല്ല്. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. പിന്നെ ഈ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ വിശപ്പും പിന്നെ മുക്കടപ്പൊക്കെ മാറുമെന്നാണ് പറയണത്. ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇത് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻവേസീവ് പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ വീട്ടിൽ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ പിടിപ്പിക്കാം. മണ്ണിൽ പിടിപ്പിച്ചാൽ അത് കണ്ടാൽ സ്പ്രെഡായി പോകും. പിന്നെ ഇത് ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ ഇത് ഈ ബ്ലാക്ക് ബീൻസ്, നമ്മുടെ രാജ്മ ബീൻസ് ഇല്ലേ, രാജ്മ പയർ, അത് കുക്ക് ചെയ്യാനായിട്ടാണ്, അതിൽ ഇട്ട് കുക്ക് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെൻട്രൽ അമേരിക്കയിൽ. പിന്നെ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ ആൻറ്റി പാരസൈറ്റിക് ആണ്. അപ്പോൾ മെയിനായിട്ട് ഹുക്ക് വേം, ടേപ്പ് വേം, റൗണ്ട് വേം, അപ്പോൾ ഈ പുഴുക്കടി, അതിനൊക്കെ ആണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും എക്സ്പെൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കാരണം എന്ന് പറഞ്ഞാൽ എസ്കാറ്റോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാണ്. അത് വെച്ചിട്ടാണ് അത് ഈ വേംസിനൊക്കെ റിപ്പൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മറ്റേ ഈ സെൻട്രൽ അമേരിക്കൻസ് ഈ പുഴുക്കടിയുടെ പ്രശ്നം പുഴുകളാനായിട്ട് അവർ മിക്കപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സക്സസ്ഫുള്ളായിട്ട് മറ്റേ സെഞ്ചുറീസായിട്ട് അവർ ഉപയോഗിച്ച് വരുന്നതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ബാക്ടീരിയലാണ്. പിന്നെ ഡൈജസ്റ്റീവ് എയ്ഡ്, ആസ് എ ഡൈജസ്റ്റീവ് എയ്ഡ്, ഗ്യാസ്, ബ്ലോട്ടിങ്, ഇൻഡൈജഷൻ, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആൻറ്റി ഫ്ലാറ്റുലൻ്റ് ആണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ക്രാമ്പിങ്, ബ്ലോട്ടിങ്, അതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി മൈക്രോബിയലാണ്. പിന്നെ ആൻറ്റി ഡയബറ്റിക്, അനാൽജസിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി വൈറലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റഡീസ്, പീരിയോഡ് സ്റ്റഡീസ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ലാർജ് ഡോസിലൊന്നും കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ചെറിയൊരു ഡോസിൻ്റെ ഒരു കണക്കുണ്ട്. എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഡോസേജ് ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ലാർജ് ഡോസേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോക്സിക് ആവുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടമാനം കൈയും കണക്കില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ച് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ്സും ഡ്രൈഡ് ആയിട്ടുള്ള ഫോമിലുള്ളതൊക്കെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ അത് അത്യാവശ്യമായിട്ട് പിടിപ്പിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുഴുക്കടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഹെർബും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഇത് ഡ്രൈഡ് ആയിട്ടുള്ളത് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഓൺലൈനായിട്ട് ഡ്രൈഡ് മേടിക്കാൻ കിട്ടുന്നത്. ഇത് സോളോ തെറാപ്പി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇതും നമുക്ക് പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് ഫ്രഷ് ഹെർബ് കിട്ടാത്തവർ ഓൺലൈനായിട്ട് മേടിക്കുക. അങ്ങനെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ.